2019 സർവീസിൽ നിന്ന് വിരമിച്ച തിരുവാഭരണ കമ്മീഷണർ KS ബൈജു തിരുവനന്തപുരത്തുള്ള തന്റെ ഫ്ളാറ്റിൽ താമസിച്ചു പോന്നിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി അപ്രതീക്ഷിതമായി ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കുന്ന അന്വേഷണ സംഘം വൈകുന്നേരം അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലേക്ക് കടന്നു ചെല്ലുന്നു. ശബരിമല സ്വർണ്ണ തട്ടിപ്പ് കേസിൽ KS ബൈജുവിനെ അറസ്റ്റ് ചെയ്യുന്നുവെന്ന് അന്വേഷണ സംഘം അദ്ദേഹത്തോട് പറയുന്നു. മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജു പൊതുവെ അറിയപ്പെടുന്ന ഒരാളാണ്. ഇപ്പോഴിതാ ഒരു കൊള്ളക്കാരൻ എന്നതുപോലെ അന്വേഷണ സംഘം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ശബരിമല സന്നിധാനത്ത് നിന്നും സ്വർണ്ണക്കൊള്ള കവർച്ച നടത്തിയ ഓരോ പ്രതികളും വീഴുന്ന കാഴ്ചയാണ് കേരളത്തിന് മുന്നിൽ. ഇത് അയ്യപ്പ ഭക്തർക്ക് സന്തോഷം പകരുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. KS ബൈജു കൃത്യമായി ഗൂഢാലോചനയുടെ ഭാഗമാണ്. അത് തെളിയിച്ചെടുക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാളികൾ കൈമാറുന്ന സമയത്ത് KS ബൈജു സന്നിധാനത്തുണ്ടായിരുന്നില്ല. ഇത് യാദൃച്ഛികമായി സംഭവിച്ചതല്ല എന്ന് അന്വേഷണ സംഘം കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല KS ബൈജുവിന്റെ അസാന്നിധ്യം ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞ അന്വേഷണ സംഘം മറ്റു കേസുകളുടെ ഉൾക്കാമ്പുകളിലേക്ക് കടന്നു. എന്നാൽ ശബരിമല ശ്രീകോവിലിന്റെ സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളികൾ തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ അഴിച്ച് ഉണ്ണികൃഷ്ണ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടു എന്ന് കൃത്യമായി അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതാണ് ബൈജുവിന് കുരുക്കായത്. ഇതിന്റെ മഹസറിൽ ബൈജു ഒപ്പുവച്ചിരിക്കുന്നു. അതിൽ ചെമ്പുവാളി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്ന ഘട്ടത്തിൽ അവിടെ നിന്ന് ബോധ്യപൂർവം, അതായത് മനഃപൂർവ്വം മാറി നിന്ന KS ബൈജു. എന്നാൽ വാതിൽപ്പാളികൾ എടുത്തുവിടുമ്പോൾ അവിടെ ബൈജു ഉണ്ടായിരുന്നു. അതിൽ ചെമ്പുപാളികൾ എന്ന് എഴുതി വെക്കുകയും ചെയ്തു. ഇതാണ് ബൈജുവിന്റെ വീഴ്ചയ്ക്ക് പിന്നിൽ. 2019 KS ബൈജു സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. അതിന് തൊട്ടു മുൻപ് ഒടുക്കത്തെ കൊള്ള നടത്തി അതിന് കൂട്ടുനിന്ന് ഗൂഢാലോചനയിൽ പങ്കാളിയായി കിട്ടാവുന്ന അത്രയും ഒതുക്കിയെന്നാണ് അന്വേഷണ സംഘം കണക്ക് കൂട്ടുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലാകുന്ന 4ാമത്തെ പ്രതിയാണ് KS ബൈജു. ഉണ്ണികൃഷ്ണ പോറ്റി, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ എന്നിവരാണ് ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നത്. ഇവരൊക്കെ കൃത്യമായി സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട്. മാത്രമല്ല ഈ കമ്മീഷണർ KS ബൈജുവിന്റെ അറസ്റ്റോടെ കൂടുതൽ ശക്തമായ അറസ്റ്റുകളിലേക്ക് അന്വേഷണ സംഘം കടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവർ കുടുങ്ങാനുള്ള സാധ്യത ഏറുന്നു എന്നുള്ളതാണ്. എല്ലാത്തിനും ഒടുവിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് അടക്കം പ്രതിപട്ടികയിൽ ഉൾപ്പെടാനുള്ള എല്ലാ സാധ്യതകളും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ ശബരിമല ശ്രീകോവിലിന്റെ വാതിലിന്റെ കട്ടിളപ്പാളികളിലെ സ്വർണം തട്ടിയ കേസിലെ 8ാം പ്രതിയായി അക്കാലത്തെ ബോർഡിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വലിയ ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ പുറത്തു വരുന്നതും അത് തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മറ്റ് പ്രതികളുടെയും തെളിവുകളടക്കം ഇവരൊക്കെ നിലത്ത് വീഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാലും ഈ ദ്വാരപാലക ശില്പത്തിന്റെ തൂക്കവും അളവും ഒക്കെ രേഖപ്പെടുത്തേണ്ട ആളാണ് തിരുവാഭരണ കമ്മീഷണർ. ഈ സമയത്ത് അവിടെ ഉണ്ടാകേണ്ടതാണ് അദ്ദേഹം. തിരുവാഭരണ കമ്മീഷണർ KS ബൈജു ഒറ്റയ്ക്ക് ഇത്തരം ഗൂഢാലോചനയുടെ ഭാഗമാകില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും തിരുവാഭരണ മുൻ കമ്മീഷണറുമായ N വാസുവിനെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്യുവാനുള്ള സാധ്യതകൾ ഏറി വരികയാണ്. ശബരിമല ശ്രീകോവിലിലെ കട്ടിളപ്പാളി മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് വാസുവിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അന്വേഷണ സംഘം ഇവ കൃത്യമായി അന്വേഷണം നടത്തുന്നുമുണ്ട്. കൃത്യമായ തെളിവുകൾ വാസുവിനെതിരെ ലഭിച്ചുവെന്നും അത് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കാരണം ഈ കേസിൽ കൂടുതൽ കാര്യങ്ങളിൽ ഇടപെടലുകൾ നടത്തുന്നത് ഹൈക്കോടതിയാണ്. സ്വാഭാവികമായി ഹൈക്കോടതിയെ ഇത് അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് കൃത്യമായി ബൈജുവിലേക്ക് എത്തിയത്. ബൈജുവിനെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. കൃത്യമായ തെളിവുകൾ നിരത്തി N വാസുവിന് കൊടുക്കുവാനുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. അതായത് N വാസുവിന് ശേഷം PS പ്രശാന്തിലേക്ക് അന്വേഷണം വീണ്ടും നീളും. എന്നാൽ N വാസുവിലും പ്രശാന്തിലും മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതാണോ ഈ അന്വേഷണം എന്ന ചോദ്യം മറുവശത്ത് ശക്തമാവുന്നു. രാഷ്ട്രീയ പിന്തുണ ഈ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് വ്യക്തം. അങ്ങനെയെങ്കിൽ
ഏതൊക്കെ നേതാക്കളാണ് ഈ കൊള്ളയ്ക്ക് പിന്നിൽ കളിച്ചത്? അതായത് ശബരിമലയിൽ ക്ഷേത്ര സ്വത്തുക്കൾ കൈവശം വയ്ക്കുന്നതിന് അതിലെ പാകപ്പിഴ ചൂണ്ടിക്കാണിച്ച് തിരുവാഭരണ കമ്മീഷൻ 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അയച്ച ഒരു കത്തിന്റെ പകർപ്പ് ഇപ്പോൾ വൈറലാകുന്നുണ്ട്. ശബരിമലയിൽ ദേവസ്വം മാനുവൽ പാലിക്കുന്നില്ലെന്നും ഉരുപ്പടികളുടെ രജിസ്റ്ററുകൾ കൃത്യമായി പാലിക്കുന്നില്ല എന്നും ദേവസ്വം മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ രാധാകൃഷ്ണൻ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കത്തെഴുതി അറിയിച്ചിരുന്നു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന് അയച്ച കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് തുടർ നടപടികൾ എടുത്തിരുന്നില്ല എന്ന് മുൻ കമ്മീഷണർ പിന്നീട് വ്യക്തമാക്കി. എന്നാൽ പത്മകുമാർ എന്ന വെറും റബ്ബർ സ്റ്റാമ്പ് മാത്രമായിരുന്നു. കമ്മീഷണർ ആയിരുന്ന എൻ വാസു ആയിരുന്നു പത്മകുമാറിന്റെ തലയ്ക്ക് മുകളിൽ പ്രവർത്തിച്ചിരുന്നത്. വാസുവിനാകട്ടെ പിണറായി വിജയനുമായും AKG സെന്ററുമായും അടുത്ത ബന്ധവുമുണ്ട്. യുവതീ പ്രവേശന കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡിലെ നിയന്ത്രിച്ചിരുന്നത് വാസു തന്നെയാണ്. അതായത് ശബരിമല കൊള്ളയുടെ എല്ലാ ചുക്കാനും പിടിച്ചത് പത്മകുമാർ അയച്ച രാധാകൃഷ്ണൻ അയച്ച കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വരവ് ചിലവ് സാധനങ്ങൾ അതിലെ കുറവ് സ്റ്റേറ്റ്മെന്റുകൾ മാസത്തിൽ ഒരിക്കലോ 6 മാസത്തിൽ ഒരിക്കലോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കോ മേലുദ്യോഗസ്ഥർക്കോ അയക്കാറില്ല എന്നൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നിയമം അനുസരിച്ച് മേൽ ഓഫീസറുകളിൽ നിന്ന് ക്ഷേത്രങ്ങളിലെ വില പിടിച്ച ഉരുപ്പടികൾക്ക് മേൽ നടത്തേണ്ട എണ്ണപ്പടി പരിശോധന പോലും നടത്തുന്നില്ല. ഇത് സംബന്ധിച്ച് രജിസ്റ്ററുകളൊന്നും അവിടെ സൂക്ഷിക്കുന്നില്ല. ഇനി ക്ഷേത്രങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പ്രഥമ പരിഗണനയും പ്രാധാന്യവും നൽകേണ്ടത് വിലപിടിപ്പുള്ള സ്വർണം വെള്ളി ഉരുപ്പടികളുടെ നടവരവിലും വിനിയോഗത്തിലുമാണ്. എന്നാൽ ഈ സംഗതിക്ക് ഏറ്റവും അവസാന പരിഗണനയാണ് അവിടെ ലഭിക്കുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിലെ അമൂല്യമായ തിരുവാഭരണങ്ങളും നടപരമായ ഉരുപ്പടികളും സുരക്ഷിതമാണോ എന്ന ആശങ്കയുണ്ടെന്ന് അദ്ദേഹം അതിൽ പറയുന്നുണ്ടായിരുന്നു. ആ കത്തിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. KS ബൈജുവിന് ശേഷമുള്ള തിരുവാഭരണ കമ്മീഷണറാണ് RG രാധാകൃഷ്ണൻ. KS ബൈജുവിന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ കത്ത് എഴുതിയത്. അതാണ് ഇപ്പൊ പുറത്തു വന്നത്. ശബരിമലയിലെ പ്രവർത്തനങ്ങൾ ഇതിന് പിന്നിൽ ബോധപൂർവമായ ചില അട്ടിമറി നീക്കങ്ങൾ ഉണ്ട് എന്ന് അന്വേഷണ സംഘം കണക്ക് കൂട്ടുന്നത്. 2010 ഒക്ടോബർ മാസത്തിലാണ് രാധാകൃഷ്ണൻ ശബരിമലയിൽ ചുമതല ഏറ്റത്. ഡിസംബർ മാസത്തിൽ സ്ഥലം മാറ്റുകയും ചെയ്തു അദ്ദേഹത്തെ. ദേവസ്വം ബോർഡിലെ സ്വർണം അടക്കമുള്ള അമൂല്യ വസ്തുക്കളുടെ പൂർണ്ണ ഉത്തരവാദിത്വം തിരുവാഭരണ കമ്മീഷണർക്കാണ്. ഈ സ്ഥാനത്ത് വലിയ വീഴ്ച സംഭവിച്ചു എന്ന് മാത്രമല്ല കൊള്ളക്കാർക്ക് കൂട്ടുനിൽക്കുകയും ചെയ്തു KS ബൈജു. കട്ടളപ്പള്ളി കേസിലെ ദുരൂഹ ഇടപാടുകളെ കുറിച്ച് ബൈജുവിന് അറിയാമെന്നാണ് SITയുടെ കണക്കുകൂട്ടൽ. 2019 ഈ ശിലാപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ ഉത്തരവിട്ട മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി S ജയശ്രീയെയും ഉടൻ കസ്റ്റഡിയിലെടുക്കും. മാത്രമല്ല ഹൈക്കോടതി നിർദ്ദേശിച്ച തരത്തിലുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചന നടന്നോ എന്നറിയാൻ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ അനിവാര്യമാണ് എന്ന് അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നുമുണ്ട്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ശബരിമല സ്വർണ്ണപ്പാളികളിൽ ശാസ്ത്രീയ പരിശോധന നടത്താൻ അന്വേഷണ സംഘം ശ്രമം തുടങ്ങിയിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തുന്നതോടെ നഷ്ടമായ സ്വർണത്തിന്റെ യഥാർത്ഥ കണക്ക് വ്യക്തമാകുമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അപ്പോ മൊത്തത്തിൽ ഈ SIT ശബരിമല മുഴുവൻ അരിച്ചു പെറുക്കുകയാണ്. അപ്പോ പത്മകുമാറും വാസുവും ജയശ്രീയും ബൈജുവും മുരാരി ബാബുവും പോറ്റിയും മാത്രമല്ല, ഇവരൊക്കെ ചെറിയ മീനുകളാണ്, ചെറിയ കണ്ണികളാണ്. വമ്പൻ സ്രാവുകൾ ഇപ്പോഴും പറന്നു നടക്കുകയാണ്. അവരെ പിടിക്കുക എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹൈക്കോടതി രണ്ടും കൽപ്പിച്ച് തന്നെയാണ് വാസുവിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും. നിലവിളിക്കുകയാണ് വാസു ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ. കാരണം രക്ഷിക്കാനുള്ളവരൊക്കെ കൈ ഒഴിയുമോ എന്നുള്ള ഒരു ഭയം വാസുവിനുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇതിനി സംഭവിക്കാൻ പോകുന്നത്? അയ്യപ്പന്റെ സ്വർണം സൂക്ഷിക്കേണ്ടവർ തന്നെ അത് കട്ടു. ആ കട്ടവർ പുറത്തു വരിക തന്നെ വേണം.